Hi children, good morning. Welcome back to our class. Children, in the previous class, already we learned about desert region, right? Can you tell me what is a desert? Yes, we know that a desert is a very dry area of land. A few plants and animals can live there. Then example of desert already we learned Thar desert. It is in Rajasthan. Okay, then what about the climate? The climate of the climate is summers are very hot and winters are very cold. Understand? So what is a desert? A desert is a dry area of land. Few plants and animals can live here. Then example of desert is Thar desert. It is in Rajasthan. Then climate is summers are very hot, winters are very cold. Understand? So we learned this in the last class. Children, today we are going to study about plateau region. Plateau region. Okay children, അതായത് ടേബിൾ ലാൻഡ് എന്ന് നമ്മൾ പറയും. പ്ലാറ്റോസ് ആർ ടേബിൾ ലാൻഡ്സ്, അതായത് പരന്ന പ്രദേശമാണ്. നമ്മളിപ്പോൾ പരന്ന പ്രദേശത്തല്ലേ താമസിക്കുന്നത്, അതിനെക്കാട്ടി കുറച്ചുകൂടെ ഹൈ ആയിട്ട് അല്പം. പ്ലാറ്റോസ് ആർ ടേബിൾ ലാൻഡ്സ്, അതായത് പ്ലാറ്റോസ് ആർ ഹയർ ദാൻ ലാൻഡ്സ്. ഇപ്പോൾ പ്ലാറ്റോസ് എന്ന് പറഞ്ഞാൽ പ്ലാറ്റോസ് ആർ ടേബിൾ, അതായത് നമ്മൾ ടേബിൾ കണ്ടിട്ടില്ലേ, പരന്നതാണല്ലേ, അതേ കണക്കാണ് നമ്മുടെ ഈ പ്ലാറ്റോസ്. ഓക്കെ, അപ്പോൾ പ്ലാറ്റോസ് ആർ ഹയർ ദാൻ ലാൻഡ്സ്. പ്ലാറ്റോസ് ആർ ഹയർ ദാൻ ലാൻഡ്സ്, ബട്ട് ഫ്ലാറ്റ് ഓൺ ദ ടോപ്പ്. അതിൻ്റെ മുകൾ ഭാഗം ഫ്ലാറ്റ് ആണ്, പരന്നതാണ്, ലൈക്ക് എ ടേബിൾ. മനസ്സിലായോ? ടേബിൾ പോലെ പരന്നതാണ്. അപ്പോൾ പ്ലാറ്റോസ് ആർ ഫ്ലാറ്റ് ലൈക്ക് എ ടേബിൾ. പ്ലാറ്റോസ് ആർ ഹയർ ദാൻ ലാൻഡ്സ്. പ്ലാറ്റോസ് ആർ ഹയർ ദാൻ ലാൻഡ്സ്, ബട്ട് ഫ്ലാറ്റ് ഓൺ ദ ടോപ്പ്. അതിൻ്റെ മുകൾ ഭാഗം ഫ്ലാറ്റ് ആണ്, പരന്നതാണ്, അല്ലേ? ലൈക്ക് എ ടേബിൾ, ടേബിൾ പോലെ, അല്ലേ? നമ്മുടെ ടേബിൾ, അതിനാണ് നമ്മൾ ടേബിൾ ലാൻഡ്സ് എന്ന് പറയുന്നത്. പ്ലാറ്റോസ് ആർ ടേബിൾ ലാൻഡ്സ് എന്നാണ് നമ്മൾ പറയുന്നത്. സിമ്പിളായിട്ട് പറഞ്ഞാൽ പ്ലാറ്റോസ് ആർ ടേബിൾ ലാൻഡ്സ്. ഓക്കെ, പീഠഭൂമി എന്നാണ് പറയുന്നത്. പീഠഭൂമി, പ്ലാറ്റോ എന്ന് പറഞ്ഞാൽ എന്താണ്? പീഠഭൂമി. അപ്പോൾ പ്ലാറ്റോസ് ആർ ടേബിൾ ലാൻഡ്സ്, അല്ലേ? പ്ലാറ്റോസ് ആർ ടേബിൾ ലാൻഡ്സ്. പ്ലാറ്റോസ് എന്ന് പറഞ്ഞാൽ എന്താണ്? ഹയർ ദാൻ ലാൻഡ്സ്. നിരപ്പായിട്ടുള്ള പ്രദേശങ്ങൾ നമ്മൾ താമസിക്കുന്നു, അതിനെക്കാട്ടി അല്പം കൂടെ ഹൈ ആയിട്ടുള്ള പ്ലേസസ് ആണ്, ഹൈ ആയിട്ടുള്ള സ്ഥലമാണ് ഈ പ്ലാറ്റോസ് എന്ന് പറയുന്നത്. അപ്പോൾ പ്ലാറ്റോസ് ആർ ടേബിൾ ലാൻഡ്സ് ഓർ പ്ലാറ്റോസ് ആർ ഹയർ ദാൻ ലാൻഡ്സ് ഓൺ ദ ടോപ്പ്, അല്ലേ? ടോപ്പ് ഫ്ലാറ്റ് ആണ്. ഓക്കെ, ബട്ട് ഫ്ലാറ്റ് ഓൺ ദ ടോപ്പ് ലൈക്ക് എ ടേബിൾ. അപ്പം പ്ലാറ്റോസ് എന്ന് പറഞ്ഞാൽ എന്താണ്? പീഠഭൂമികൾ, അല്ലേ? അല്ലേ? ഫ്ലാറ്റ് ആണ്. പ്ലാറ്റോസ് ആർ ഹയർ ദാൻ ലാൻഡ്സ്, ഫ്ലാറ്റ് ഓൺ ദ ടോപ്പ് ലൈക്ക് എ ടേബിൾ. ഓക്കെ ചിൽഡ്രൻ, ദെൻ ഇന്ത്യൻ പ്ലാറ്റോസ് ആർ ചോട്ടാ നാഗ്പൂർ പ്ലാറ്റോ, ദെൻ നെക്സ്റ്റ് ഡെക്കാൻ പ്ലാറ്റോ, മാൽവ പ്ലാറ്റോ. ഇതെല്ലാം തന്നെ നമ്മുടെ പ്ലാറ്റോസിന് ഉദാഹരണങ്ങളാണ്. ഇന്ത്യൻ പ്ലാറ്റോസ് ആണ് ഇതൊക്കെ. ഇതൊക്കെയാണ് ഇന്ത്യൻ പ്ലാറ്റോസ് ആർ ഓർ ഇന്ത്യൻ പ്ലാറ്റോസ് ഇൻക്ലൂഡ് വാട്ട്? മാൽവ പ്ലാറ്റോ, നെക്സ്റ്റ് ചോട്ടാ നാഗ്പൂർ പ്ലാറ്റോ, ഡെക്കാൻ പ്ലാറ്റോ. Understand? What are plateaus, children? What are plateaus? Plateaus are table lands. Okay, otherwise plateaus are higher than lands. Plateaus are higher than lands, but flat on the top like a table. Understand? The plateaus include the Chota Nagpur plateaus, then next Deccan plateaus, next one. Another one also is there, Malwa plateaus. Understand? The plateaus include Chota Nagpur plateau. അതായത് ഇന്ത്യൻ പ്ലാറ്റോസ് ആണ് ഇതൊക്കെ. ഏതാണ് ഇന്ത്യൻ പ്ലാറ്റോസ്? ഏതൊക്കെയാണ്? ചോട്ടാ നാഗ്പൂർ പ്ലാറ്റോസ്, മാൽവ പ്ലാറ്റോസ്, ദെൻ the Deccan plateaus. Okay, what are plateaus, children? Plateaus are higher than lands. On the top ഫ്ലാറ്റ്, അല്ലേ? എന്താണ് അതിൻ്റെ? ബട്ട് ഫ്ലാറ്റ് ഓൺ ദ ടോപ്പ്, ബട്ട് ഫ്ലാറ്റ് ഓൺ ദ
top like a table. Then the plateaus include the Malwa Plateau, the Chota Nagpur Plateau and the Deccan Plateau. Okay, then the Deccan Plateau slopes eastwards. But the Deccan Plateau, this region, സ്ലോപ്സ് അതായത് ഈ ഡെക്കാൻ പ്ലാറ്റോയുടെ ചരിവ് കിഴക്കോട്ടാണ്, ഈസ്റ്റ് വേർഡ്സ് അല്ലേ, കിഴക്കോട്ടാണ്. അപ്പോൾ അതുകൊണ്ട് നദികളൊക്കെ എങ്ങോട്ടാണ് ഒഴുകുന്നത്? ഇൻടു ദ ബേ ഓഫ് ബംഗാൾ. കിഴക്കോട്ടാണ് അതിൻ്റെ ചരിവ് അല്ലേ, ഇതിൻ്റെ ചരിവ് കിഴക്കോട്ടാണ്. അപ്പം നമുക്കറിയാം ദ റിവേഴ്സ് ഹിയർ ദ ഡെക്കാൻ പ്ലാറ്റോസ്, അതിൻ്റെ ചരിവ് ഇത് ശ്രീനഗർ, ഈ ചരിവ് ഡെക്കാൻ പ്ലാറ്റോയുടെ ചരിവ് കിഴക്കോട്ടായതുകൊണ്ട് അല്ലേ, കിഴക്കോട്ടായതുകൊണ്ട് നദികൾ എങ്ങോട്ടാണ് ഒഴുകുന്നത്? ബേ ഓഫ് ബംഗാളിലേക്കാണ് ഒഴുകുന്നത്. പക്ഷേ ഈ താപ്തി, നർമ്മദ, ഈ നദികൾ എങ്ങോട്ടാണ് ഒഴുകുന്നതെന്ന് അറിയാമോ? പടിഞ്ഞോട്ട് അല്ലേ, വെസ്റ്റ് വേർഡ്സിലോട്ടാണ് ഒഴുകുന്നത്. പടിഞ്ഞോട്ട് അറേബ്യൻ സീയിലേക്കാണത് ചേരുന്നത്. ഓക്കെ, അപ്പോൾ നിങ്ങൾക്ക് പഠിക്കാനുള്ളതെന്ന് പറഞ്ഞാൽ വാട്ട് ആർ പ്ലാറ്റോസ്? പ്ലാറ്റോസ് ആർ ഹൈലാൻഡ്സ്, അല്ലെങ്കിൽ പ്ലാറ്റോസ് ആർ ടേബിൾ ലാൻഡ്സ് അല്ലേ. പ്ലാറ്റോസ് ആർ ഹയർ ദാൻ ലാൻഡ്സ്, ഫ്ലാറ്റ് ഓൺ ദ ടോപ്പ് ലൈക്ക് എ ടേബിൾ, റൈറ്റ്? Then Indian plateaus are the Chota Nagpur plateaus, Malwa plateaus and which one? The Deccan Plateau. Then the Deccan Plateau slopes eastwards അല്ലേ, അതായത് ഡെക്കാൻ പ്ലാറ്റോ അതായത് അതിൻ്റെ ചരിവ് ഈസ്റ്റ് വേർഡ്സ്, കിഴക്കോട്ടാണ്. അതുകൊണ്ട് എന്താണ്? റിവേഴ്സ് ഫ്ലോ ബേ ഓഫ് ബംഗാൾ, ഈസ്റ്റ് വേർഡ്സ് ഇൻറ്റു ബേ ഓഫ് ബംഗാൾ. അതുകൊണ്ട് നദികൾ ബംഗാൾ ഉൾക്കടലിലേക്ക് അതായത് ഒഴുകിച്ചേരുന്നു. പക്ഷേ നർമ്മദ ആൻഡ് താപ്തി, ദീസ് ടു റിവേഴ്സ് അല്ലേ, നർമ്മദ ആൻഡ് താപ്തി ഫ്ലോ ഇൻറ്റു വെസ്റ്റ് വേർഡ്സ് ടു അറേബ്യൻ സീ. ഓക്കെ, പിന്നെന്താണ് പറയേണ്ടത്? പിന്നെ നമുക്കറിയാം ദ റിവേഴ്സ് ഇൻ ദിസ് റീജിയൻ അല്ലേ. നമുക്കറിയാം ഈ ഡെക്കാൻ പ്ലാറ്റോ എന്ന് പറഞ്ഞാൽ നമുക്കറിയാം ഈ സൈഡ് സൗത്ത് സൈഡാണ്. നമ്മളിങ്ങനെ കാണിച്ചിട്ടില്ലേ, ഈ സൗത്ത് സൈഡായിട്ടാണ് നമ്മുടെ ഈ ഡെക്കാൻ പ്ലാറ്റോ വരുന്നത് അല്ലേ. അപ്പോൾ ഈ ഡെക്കാൻ പ്ലാറ്റോ സൗത്ത് സൈഡിലായിട്ടാണ് ഡെക്കാൻ പ്ലാറ്റോ വരുന്നത്. അപ്പോൾ അവിടെ അതായത് ദർ ഈസ് മോർ റെയിൻ, അണ്ടർസ്റ്റാൻഡ്? അതായത് ധാരാളം റെയിൻ കിട്ടിക്കഴിഞ്ഞാൽ അവിടെ നദികളിൽ ധാരാളം വെള്ളം ഉണ്ടാകും. പക്ഷേ ഇഫ് ദർ ഈസ് നോ റെയിൻ എന്താകും? അത് ഡ്രൈ ആവും, നദികൾ ഡ്രൈ ആവും. അപ്പോൾ അവിടെ മഴ പെയ്താൽ ശരിക്കും വെള്ളം, നദികളിൽ ശരിക്കും വെള്ളം ഉണ്ടാകും. മഴ പെയ്തില്ലെങ്കിൽ അത് വരണ്ടു പോകും. അങ്ങനെയാണ് അവിടെ. നോക്കിയേ, ദ റിവേഴ്സ് ഇൻ ദ പെനിൻസുല റെയിൻ ഫെഡ് അല്ലേ. അപ്പോൾ നമ്മുടെ അവിടുത്തെ നദികളൊക്കെ എങ്ങനെയാണ്? മഴ പെയ്യുമ്പോൾ, മഴ പെയ്ത് കഴിഞ്ഞാൽ അത് കവിഞ്ഞൊഴുകി, അത് ഫ്ലഡ്, നമ്മൾ വെള്ളപ്പൊക്കം എന്ന് പറയത്തില്ലേ, അപ്പോൾ കവിഞ്ഞൊഴുകും. അതായത് കവിഞ്ഞൊഴുകി അത് നദിയിലേക്ക് അത് ചേരും, ഈ വെള്ളമെല്ലാം കൂടെ. അപ്പോൾ അവിടെ ധാരാളം വെള്ളം കിട്ടും. ബട്ട് ഇഫ് ദർ ഈസ് നോ റെയിൻ, മഴ ഇല്ല എന്നുണ്ടെങ്കിൽ എന്താകും? സമ്മറില്ല, മഴ ഇല്ലെന്നുണ്ടെങ്കിൽ എന്താകും? ദേ ബിക്കമിങ് ഡ്രൈ ഇൻ സമ്മർ. കണ്ടോ, സമ്മറിൽ അത് ഡ്രൈ ആവും, വരണ്ടു പോകും. ഓക്കെ, children, what are plateaus? Plateaus are highlands. Okay, flat on the top like a table, or table lands are called plateaus. Includes plateaus include the Chota Nagpur plateaus, Deccan plateaus and Malwa plateaus. Then the Deccan plateau, the Deccan plateau slopes eastwards. So the rivers are flowing. So the rivers flow into the eastwards into the Bay of Bengal. Except Narmada and Tapti. Narmadayum Tapti. These nadigal flow into the westwards into the Arabian Sea. Then after that I told you. So here the rivers. Summer la. If there is rain, the rivers will get more water. If there is no rain, the summer become the rivers become dry in summer. The rivers become dry in summer. Children, we learn about plateaus. What are plateaus? Plateaus എന്ന് പറഞ്ഞാൽ പീഠഭൂമികൾ.
Plateaus എന്ന് പറഞ്ഞാൽ what are plateaus? Plateaus are highlands flat on the top like a table, or tablelands are called plateaus. Okay, then what are the plateaus? Indian plateaus, Chota Nagpur plateaus, Malwa plateaus, and Deccan, the Deccan plateau. Okay, these are the Indian plateaus. Then the Deccan plateau, here the Deccan plateau slopes. അതിൻ്റെ ചരിവ് ഡെക്കാൻ പ്ലാറ്റോയുടെ ചരിവ് ഏത് ഭാഗത്തേക്കാണ്? ഡെക്കാൻ പ്ലാറ്റോയുടെ ചരിവ് കിഴക്ക് ഭാഗത്തേക്ക് ആയതുകൊണ്ട് the rivers flow into the eastwards into Bay of Bengal. Then except Narmada and Tapti. Okay children, so here the rivers in the peninsula are rain fed, and that they become dry in summer. They become dry in summer. Right? If there is rain, the rivers will get more water. Understood? If there is no rain, they become dry in summer. Okay, children, what are plateaus? Plateaus are highlands, or plateaus are higher than lands. Okay, flat on the top like a table. Then the Chota Nagpur plateau, the Deccan plateau, the Malwa plateau. These are the Indian plateaus. Then next one we learn about Deccan plateau. The Deccan plateau, so it's the Deccan plateau slopes eastwards. So the rivers flow into the eastwards into the Bay of Bengal. Okay, eastwards into the Bay of Bengal. Then except Narmada and Tapti. Narmada and Tapti, these rivers flow westwards into Arabian Sea. Then the rivers in this region, understand? So they are rain fed. If there is rain, the rivers will get water, more water. That means become, അതായത് in summer they become dry in summer. അതായത് മഴ ഉണ്ടാകുമ്പോൾ ധാരാളം വെള്ളം കിട്ടും, മഴയില്ലാത്തപ്പോൾ അത് വരണ്ട് പോകും. ഓക്കെ, അതായത് നദിയിൽ വെള്ളമില്ലായിരിക്കും, വരണ്ട് പോകും, വെള്ളമില്ലാത്തൊരവസ്ഥ. ഓക്കെ, അപ്പോൾ ചിൽഡ്രൻ, വാട്ട് ആർ പ്ലാറ്റോസ്? പീഠഭൂമി എന്ന് പറഞ്ഞാൽ എന്താണ്? പീഠഭൂമികൾ എന്ന് പറഞ്ഞാൽ എന്താണ്? പ്ലാറ്റോസ് ആർ ഹൈലാൻഡ്സ്, അല്ലേ? ബട്ട് പ്ലാറ്റോസ് ആർ ഹൈലാൻഡ്സ് ഫ്ലാറ്റ് ഓൺ ദ ടോപ്പ് like a table, or highlands or tablelands are called plateaus. Okay, plateaus are tablelands എന്ന് പറയാം. Then what are the what are the plateaus? Indian plateaus. First one is Chota Nagpur plateau, Malwa plateau, and the Deccan plateau. The Deccan plateau slopes eastwards, so the rivers flow eastwards into Bay of Bengal. Then but Tapti, Narmada and Tapti, these rivers flow westwards into Arabian Sea. Then the rivers in the peninsula are rain fed, so they become dry in summer. Okay children, homework is read page number 228, read page number 228, second paragraph. Okay children, I am going to wind up the class. Thank you and have a nice day.